റിയാലിറ്റി ഷോ കൊണ്ട് ഇത്രയും പിന്നെ സോഷ്യൽ മീഡിയ അറ്റാക്ക് വാങ്ങിച്ച ഒരാൾ വേറെ ഉണ്ടോ? ഉണ്ടാവില്ല. അത്ര ഒന്ന് കടം തീർക്കാൻ പോയതാന്ന് നമ്മളിപ്പൊ ചിരിച്ചോണ്ട് പറയുന്നതിൽ ചേച്ചി കടന്നു പോയ ആലോചിക്കാൻ വയ്യ ശരിക്കും. ചേച്ചി ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ വരുന്നു, അതിലേക്ക് പോവാൻ അന്ന് ചേച്ചി നടിയാണ് അല്ലേ? അപ്പം എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇറങ്ങുമ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും? ഒട്ടും വിചാരിച്ചില്ല ഞാൻ. എന്റെ വിചാരം ഞാൻ അവിടെ ചെയ്യുന്നത് സൂപ്പറാന്നോ. ഇറങ്ങുന്നത് വരെ ഇറങ്ങി പിറ്റേ ദിവസല്ലേ ഞാൻ ഇത് കാണുന്നത്. ഫോണില്ലല്ലോ, ഞാൻ സ്റ്റാറാന്നും പറഞ്ഞ് ഇറങ്ങി വരുന്നു. ഓ, അന്യായത്തിനെതിരെ സംസാരിച്ചു മഞ്ജു, സൂപ്പർ, എല്ലാവരെയും സ്നേഹിച്ചു, ഓക്കെ സൂപ്പർ എന്നും പറഞ്ഞാ ഞാൻ വരുന്നേ. എനിക്ക് മനസ്സിലായേയില്ല. ഞാൻ അവിടെ പോയിട്ട് വേണ്ടാതിനും കാണിച്ചിട്ടില്ലല്ലോ. അതെ, നമ്മള് നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണല്ലോ ചെയ്യാം, സംസാരിക്കുന്നത്. എനിക്കത് ഇഷ്ടം. ഞാൻ സൂപ്പർ സ്റ്റാർ മഞ്ജു അങ്ങനെയാന്ന് പറഞ്ഞാ ഞാൻ ഇറങ്ങിയ. ഞാൻ ബെർണാച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. മോനെ, അമ്മ കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബിൽ കയറണ്ടാട്ടാന്ന് പറഞ്ഞു ആദ്യം തന്നെ. ഞാൻ ചെന്തുറ്റിടാ, ഒന്നുമില്ല വാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ എന്റെ ഷാഡോയുടെ കയ്യിൽ നിന്നാണ് ഫോൺ മേടിച്ച് മോനെ വിളിച്ചത്. തിരിച്ചു കൊടുത്തു. അപ്പോഴെന്റെ ഫോൺ കൈ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് ഫോൺ കിട്ടുന്നത്. ഞാൻ എടുത്തു നോക്കുമ്പോ ഞാനുമ്മ വെക്കുന്നു, ഞാൻ കെട്ടിപ്പിടിക്കുന്നു, മറ്റേ ഫുക്രാൻറ്റി